നമ്മളെ ഫോറസ്റ്റ് റെൻഡർ ഫോറസ്റ്റിൻ്റെത് എന്തായി നോക്കാം. ഇതും കൂടി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് തന്നെ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊരു രസമുണ്ടാവും. പഠിച്ചോനെ ഇതിൻ്റെ റെക്കോർഡിങ് കാണുന്നില്ലല്ലോ. എന്താണ് റെക്കോർഡിങ് കാണുന്ന കണ്ട്. ഹലോ, ഹായ്, എന്തെല്ലാണ്? കുറേ ദിവസമായി എന്താ ഒരു എന്താ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു വീഡിയോ, എല്ലാവർക്കും യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടണമെന്ന് വരെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ ട്യൂട്ടോറിയലിൽ എങ്ങനെ നമുക്കൊരു ഇൻട്രോ, ഈസി ആയിട്ടൊരു ഇൻട്രോ, പ്രൊഫഷണലിൽ അങ്ങനെയൊന്നും ഉദ്ദേശിക്കൊന്നും വേണ്ട, ഒരു നോർമലായിട്ട് ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങുന്നവർക്ക് ഒരു ഇൻട്രോ ഇടാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഒരു ഇൻട്രോ മേക്കിംഗ് ആണ് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ മൂന്ന് ഇൻട്രോ മേക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മോഷൻ ഡൺ, രണ്ട് പ്ലേസിറ്റ്, മൂന്നാമത്തത് റെൻഡർ ഫോറസ്റ്റ്. അപ്പം നമുക്ക് എന്താക്കാം, വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് പേ ചെയ്താൽ മാത്രമേ ഹൈ ക്വാളിറ്റി കിട്ടുള്ളൂ. എന്നാലും നോർമലായിട്ട് നമുക്ക് ചെയ്യാനുള്ളതിനെല്ലാം നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അത് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജിമെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജിമെയിൽ വെച്ചിട്ട് ആഡ് ചെയ്തു. ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് എന്താക്കുക, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കാണെങ്കിൽ അവരെ ലോഗോ വെച്ചിട്ടല്ല എന്താക്കുക, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ സാമ്പിൾസ് ആണ്, ഒരുപാട് സാമ്പിൾസ്. ഇപ്പം നിങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ടാവും, ചില വീഡിയോസിലെല്ലാം അട്ടാറ് ഐറ്റംസ് ചെയ്ത് ഇൻട്രോ വരുന്നതെല്ലാം കണ്ടിട്ടുണ്ടാവും. അതെല്ലാം നോർമലി ഒരു 18% എന്താ പറയുന്ന ഇങ്ങനത്തെ ഓരോ ഫ്രീ ലോഗോ അതെല്ലാം മേക്ക് ചെയ്ത് പൈസ കൊടുത്തിട്ടെല്ലാം മേടിക്കുന്നതാണ്. ഇതിന് വലിയ ചിലവോ എന്താ പറയുക, വലിയ മറ്റേ തല വേണമെന്നൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ മേക്ക് ചെയ്ത് വെക്കാം. ഇതന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ ബ്ലൂ ഫയർ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത് എഡിറ്റ് ദിസ് വീഡിയോ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും. ഇതിൽ നമുക്ക് നമ്മളുടെ ലോഗോ ഇൻസേർട്ട് ചെയ്യാം. അതിന് ആദ്യം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് PNG ഫയൽ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലോഗോ PNG ആയിരിക്കണം. ഞാൻ PNG ഫയൽ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു കവറിലാണ് എത്തിക്കേണ്ടത്, ഈ ഒരു ബോർഡറിൽ. ഇപ്പോൾ അത് കുറച്ച് വലുതായി കൊടുക്കാം. അത്ര മതി. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേര്, നിങ്ങളെ ചാനലിൻ്റെ പേര് കൊടുക്കാം. ഇപ്പം നമ്മളെ ചാനലിൻ്റെ പേരാണ് കൊടുത്തുള്ളത്. ഗോയിറ്റ് കൊടുത്തു, സേവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മേക്ക് ദിസ് വീഡിയോ, ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഡയറക്റ്റ് മേക്ക് ദിസ് വീഡിയോ ആണ്. കൺഗ്രാജുലേഷൻ, അതിൻ്റെ ഇൻട്രോയിലും വന്ന് കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ്. ഇത് റെൻഡറിങ് ടൈമാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ ആവും. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ, നമുക്ക് അടുത്ത ഇൻട്രോ മേക്കിംഗ് സോഫ്റ്റ്വെയറിലോട്ട് പോവാം. ഇത് റെൻഡറിങ് ആവുന്നല്ലേ ഉള്ളൂ, ആവട്ടെ. അടുത്തതാണ് പ്ലേസിറ്റ്. പ്ലേസിറ്റിൽ അതേപോലെ തന്നെ നിങ്ങൾ എന്താക്കണം, ലോഗിൻ ചെയ്യണം. നിങ്ങൾ ഇത് അതിൽ ജിമെയിലെല്ലാം വെച്ചിട്ടാണെങ്കിൽ ഇത് നിങ്ങൾ പുതിയ സൈനപ്പ് എടുത്തിട്ട് പുതിയ അക്കൗണ്ട് തന്നെ ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിവിടെ അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലും കാണാം നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ്. ഞാൻ ഇൻട്രോ മേക്കർ വിത്ത് ബട്ടർഫ്ലൈ അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്താക്കുക, സെയിം ഇതാണ് അതിൻ്റെ ഇൻട്രോ. എന്ത് രസമുണ്ട് കാണാൻ അല്ലേ?
എടുക്കുക, അപ്ലോഡ് ചെയ്യുക. PNG ഫയൽ അപ്ലോഡ് ചെയ്തു, കുറച്ച് വലുതാക്കി, മീഡിയം വലുതാക്കി കൊടുത്തു, ക്രോപ്പ് ചെയ്തു. ക്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലോഡിംഗ് പ്രിവ്യൂ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ലിസ്റ്റ് കാണാം. ഇവിടെ നമുക്ക് അതിനെടുക്കാൻ എന്താക്കാം, ഒന്ന് പ്ലേ ചെയ്തു. അതും ലോഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വരാം. അടുത്തത് റെൻഡറിങ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സോഫ്റ്റ്വെയറിലോട്ടാണ്. അതിലും സെയിം തന്നെയാണ്, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഞാൻ ഫയല് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം എന്താക്കുക, ഇതാ ക്രിയേറ്റ് വീഡിയോ കൊടുത്തു. അതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിതെടുത്തു കഴിഞ്ഞ് ക്രിയേറ്റ് നൗ കൊടുക്കാം. ക്രിയേറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോഗോ ചോദിക്കും, അപ്ലോഡ് കൊടുക്കാം. അതുപോലെ ഇവിടെ അതുപോലെ ജിമെയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് കേട്ടോ. അപ്ലോഡ് കൊടുത്തു, അത് സെറ്റായി കൊടുത്തു. അത് ഒരു മീഡിയത്തിന് നമുക്ക് ഹൈറ്റ് എല്ലാ വലിപ്പം കൊടുക്കാം. ഇതിൻ്റെ ക്ലിയർ സ്ക്വയറിലെ വരിക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താക്കണം, നമ്മളെ ചാനലിൻ്റെ പേര് സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. ഓൾറെഡി അതിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലുകൾ മാറ്റാനുണ്ടെങ്കിൽ സ്റ്റൈലുകൾ മാറ്റി കൊടുക്കുക, കളറുകൾ. അതേപോലെ മ്യൂസിക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യുക. പ്രിവ്യൂ, ഫ്രീ പ്രിവ്യൂ കൊടുക്കുക. അതിനും ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ അതായിക്കൊണ്ടിരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിന് മുന്നേ ചെയ്തതൊന്ന് നമുക്ക് എന്താക്കാം, ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇതാണ് ഇപ്പം ഞാൻ ചെയ്തത്, അത് കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മെയ്ഡ് ഇൻ പ്ലേസിറ്റി എന്നുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇത് ഫ്രീ ഡൗൺലോഡിംഗ് ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത് ഈ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ടാവുന്നുള്ളൂ. അടുത്തത് ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്, അതും പ്ലേ ചെയ്ത് നോക്കാം. അതും എന്താക്കുക, വലുതായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മോഷൻ ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള. അതിലും നമുക്ക് നോർമലി ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ ഈ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ടാവും. വാട്ടർമാർക്ക് കവർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ അടുത്ത വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലെല്ലാം. അങ്ങനെ വെച്ച് ചെയ്യാം. നമ്മളെ റെൻഡർ ഫോറസ്റ്റിൻ്റെത് എന്തായി നോക്കാം. ഇതും കൂടി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് വലുതാക്കി തന്നെ പ്ലേ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാണാനും രസമുണ്ടാവും. ഓക്കെ, ഇതും നോർമലി എന്താക്കുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡയറക്റ്റ് നമ്മളെ ഡെസ്ക്ടോപ്പിലോട്ടാണ് എവിടെയാണോ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാം. ഞാൻ പറഞ്ഞത് തുടക്കക്കാർക്ക് എല്ലാവരും പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ചാനൽ തുടങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇതിൽ വലിയതായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് പോകാത്തത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും എൻ്റെ ബൈ ബൈ. പഠിച്ചോനെ, ഇതിൻ്റെ റെക്കോർഡിങ് കാണുന്നില്ലല്ലോ. എന്താണ് റെക്കോർഡിങ് കാണുന്ന? കണ്ട്